ഓക്കെ, എൻ്റെ പേര് ക്രിസ്റ്റോ സേവിയർ. ഞാൻ മ്യൂസിക് കമ്പോസറാണ്. എറണാകുളത്താണ് എൻ്റെ വീട്. എറണാകുളം മരടിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണ് ജീവിക്കുന്നത്. മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നിയത് ആക്ച്വലി 10th പഠിക്കുന്ന ടൈമിലാണ്. എനിക്കൊരു മ്യൂസിക് കമ്പോസർ ആവണം, അല്ലെങ്കിൽ പാട്ടുണ്ടാക്കുന്ന ഒരാളാവണം എന്നുള്ളൊരു തോട്ട് വരുന്നത്. ഞാൻ 10th പഠിക്കുന്ന ടൈമിൽ എൻ്റെ മ്യൂസിക് ടീച്ചർ എലിസബത്ത് രാജു എന്ന് പറഞ്ഞ സിംഗറാണ് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തേവര SH സ്കൂളിലാണ് 8 മുതൽ 10 വരെ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ഈ എലിസബത്ത് രാജു മിസ്സ് സ്കൂളിൻ്റെ നവതി എന്ന് വെച്ചാൽ 19th സെലിബ്രേഷനോടനുബന്ധിച്ച് ഒരു പാട്ടുണ്ടാക്കി. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഓക്കെ, ഒരു സാധാരണ മനുഷ്യനും പാട്ടുണ്ടാക്കാം. അതിനു മുമ്പ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ പാട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ എന്തായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് മനസ്സിലായി, ഓക്കെ, എനിക്കും പറ്റും, ഞാനും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമെന്ന് അന്ന് മനസ്സിലായി. അങ്ങനെ ആ ടൈമിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ട്. 10th പഠിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ ബാൻഡ് ഫോം ചെയ്യാം, ഓക്കെ, നമുക്കൊരു ബാൻഡൊക്കെ ഫോം ചെയ്യാം, കുറച്ച് പാട്ടുകൾ കവറൊക്കെ ചെയ്യാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ, എനിക്ക് ലിറിക്സ് വേണം, എനിക്ക് എന്തെങ്കിലും ഒരു ലിറിക്ക് കിട്ടിയാൽ എനിക്കത് കമ്പോസ് ചെയ്ത് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ്റെ ഒരു ഫ്രണ്ട് ഒരു 4 വരി എഴുതി എന്തോ ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതെനിക്ക് കിട്ടി. ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ എൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നുമില്ല ആ സമയത്ത്, ഗിറ്റാറോ കീബോർഡോ ഒന്നുമില്ല. അപ്പോൾ ആ ടൈമിൽ ഞാൻ വെറുതെ ഈ 4 വരി ഞാൻ വെറുതെ കമ്പോസ് ചെയ്ത് നോക്കി. എനിക്കറിയാവുന്ന ട്യൂണുകൾ, അല്ലെങ്കിൽ ഞാൻ അതിനെ പുതിയ ട്യൂണുകൾ ഓരോ വാക്കിനും ഓരോ തരത്തിൽ ട്യൂൺ ചെയ്ത് നോക്കി. എനിക്കെന്തോ തോന്നി, ഓക്കെ, ഐ എം ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങി. എനിക്ക് പറ്റിയ പണിയാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു ഫയർ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ സിനിമയിലെത്താം, സിനിമയിൽ പാട്ടുണ്ടാക്കണം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണം. അപ്പോൾ ഓരോ സിനിമ കാണുന്ന ടൈമിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങി. ആ സിറ്റുവേഷനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ അതിൻ്റെ സൈലൻസോ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലായി തുടങ്ങി. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ പ്രാധാന്യം, അത് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്, അത് ചെയ്യുന്ന ആളെങ്ങനെയായിരിക്കും അത് ആസ്വദിക്കുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കി. ആ ടൈമിൽ മ്യൂസിക് പ്രൊഡക്ഷൻ അറിയണം. ഒരു പാട്ടുണ്ടാക്കണമെങ്കിൽ ട്യൂൺ മാത്രം ഉണ്ടാക്കിയാൽ പോരാ. ട്യൂൺ മാത്രം ഉണ്ടാക്കുന്ന കമ്പോസേഴ്സ് ഉണ്ട്. അപ്പോൾ ട്യൂൺ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അതിൻ്റെ അടിയിൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റേഷനിലും അതിൻ്റെ കാര്യമുണ്ട്. നമ്മൾ എങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയാലും അതിൽ ഇൻസ്ട്രുമെൻറ്റേഷൻസ് അടിപൊളിയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളൊരു തോട്ട് വന്നു. മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് എഞ്ചിനീയറിങ്ങിന് വിടാനുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല. അപ്പോൾ യൂട്യൂബ് ഉണ്ട്, വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി ഓരോരോ സോഫ്റ്റ്വെയർസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ ട്യൂട്ടോറിയൽസൊക്കെ നോക്കി പഠിച്ചു. അങ്ങനെ ആ സമയത്ത് എല്ലാവരുടെയും വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടാവുമല്ലോ. ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെ വീട്ടിലത്തേക്ക് പേഴ്സണൽ കമ്പ്യൂട്ടറല്ല, വീട്ടിലത്തേക്ക് സിനിമ കാണാനും ഗെയിം കളിക്കാനൊക്കെ ആയിട്ട് കമ്പ്യൂട്ടർ. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടർ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ കമ്പ്യൂട്ടറിൽ 2 GB റാമേ ഉള്ളൂ. അപ്പോൾ ഈ 2 GB റാം കമ്പ്യൂട്ടറിൽ ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. ഇതിൽ ആദ്യം പ്രൊഡക്ഷൻ ട്രൈ ചെയ്തു തുടങ്ങി. മ്യൂസിക് കമ്പോസ് നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ലെയർ ചെയ്യും. ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്, സെക്കൻഡ് ഇൻസ്ട്രുമെൻറ്റ്, ഓരോ സാധനങ്ങളും പാട്ട് മെലഡി എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ ഇത് കേൾക്കാൻ പറ്റാണ്ടായി. എനിക്ക് ഓരോ ടൈമിൽ ഞാനിത് പ്ലേ ചെയ്യുമ്പോഴും ഇതിലെ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാവണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു എനിക്ക്. എന്ന് വെച്ച് പറഞ്ഞ പോലെ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ സാധനം വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ആ ടൈമിൽ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാട്ടുണ്ടാക്കുവാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ചെയ്യുവാണെങ്കിൽ നേരെ എക്സ്പോർട്ട് അടിച്ചിട്ട് അത് കേട്ട് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓക്കെ, ഇത് ഇങ്ങനെയാണ്, ഈ ഇന്ന ഏരിയയിൽ ഇന്ന തരത്തിൽ ചെയ്യാം എന്നൊക്കെ തോന്നുന്നത്. അങ്ങനെ ആദ്യമായിട്ട് മധുരമീ ജീവിതം എന്ന് പറഞ്ഞൊരു ചെറിയ സിനിമ, ഒരു ഓഫ് ബീറ്റ് ഫെസ്റ്റിവൽ കാറ്റഗറിയിലുള്ളൊരു സിനിമയിൽ ഒരു പാട്ട് ചെയ്യാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ ടൈമിൽ ഞാൻ പല സ്ഥലങ്ങളിലും പല ആൾക്കാരെയൊക്കെ പോയി മീറ്റ് ചെയ്യും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം മുതലായ സാധനങ്ങളിൽ ഞാൻ പല ആൾക്കാരെയും
കോണ്ടാക്ട് ചെയ്യും. ഈ സിനിമയുടെ എൻ ക്രെഡിറ്റ്സ് നോക്കിയിട്ട് ഇതിൽ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആരാണ്, മെയിൻ ഡയറക്ടേഴ്സ് അല്ല, അസോസിയേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്, അവരെയൊക്കെ നോക്കിയിട്ട് അവരുടെ പേര് സെർച്ച് ചെയ്ത് അവരുടെ പ്രൊഫൈലിൽ കയറി അവർക്ക് മെസ്സേജ് അയച്ച് ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്, ഇങ്ങനെ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയും. എന്നിട്ട് അവരെ പോയി മീറ്റ് ചെയ്യും. അങ്ങനെ മീറ്റ് ചെയ്താണ് ഈ മധുരം ഈ ജീവിതത്തിൻ്റെ ഡയറക്ടറെ. അങ്ങനെ ആ പടത്തിലൊരു പാട്ട് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ പാട്ട് ചെയ്യുന്ന ടൈമിലാണ് ഈ സോഫ്റ്റ്വെയറിലോട്ട് വരുന്നതും ഈ സോഫ്റ്റ്വെയർ ക്രാഷ് ആവുന്നതും അങ്ങനെ ഒരു സ്റ്റേജും. അപ്പോൾ ഈ ഗ്രോത്താണ് ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഭീകരമായിട്ട് വർത്തമാനം പറയുന്ന ആളല്ല. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഓക്കെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പാട്ടുണ്ടാക്കാൻ തുടങ്ങി. ആദ്യത്തെ പാട്ട് വളരെ മനോഹരമായിട്ട് ഞാൻ പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് ഒരു കുറച്ചുകൂടി പഠിക്കണം. അപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ ഈ പറഞ്ഞ പോലെ അറ്റ് ദി എൻഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ടാവും, നമ്മുടെ വർക്ക് ഫ്ലോനെ കുറച്ചുകൂടെ ഈസി ആക്കുമെന്നുള്ള മനസ്സിലായി. എനിക്കൊരാൾ അസിസ്റ്റ് ചെയ്യണം. ഞാൻ സുഷിൻ ശ്യാമിനെ അസിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഞാൻ ടാർഗറ്റ് ലോക്ക് സുഷിൻ ശ്യാം. നേരെ പല സ്റ്റുഡിയോസിൽ പോവും. സുഷിൻ ശ്യാമിനെ അറിയോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ഇല്ല അറിയില്ല. ചില സ്റ്റുഡിയോയിൽ പോകുമ്പോൾ സുഷിൻ ശ്യാം ഇവിടെ വന്നിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് കോൺടാക്റ്റ് കണ്ടുപിടിച്ചു. ഞാൻ സുഷിൻ ചേട്ടൻ്റെ അടുത്ത് പോയി എൻ്റെ ട്രാക്കുകൾ കേൾപ്പിച്ചു, ഞാൻ ചെയ്ത വർക്കുകൾ കേൾപ്പിച്ചു. സുഷിൻ ചേട്ടൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, ഇവിടെ ഇപ്പോൾ സുഷിൻ ചേട്ടൻ്റെ ആൾക്കാരുണ്ട് ഓൾറെഡി, അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. ആ ടൈമിൽ വെയിറ്റിംഗ് ടൈമിൽ ഞാൻ എൻ്റെ മെഷീനൊക്കെ അപ്ഗ്രേഡ് ചെയ്തു, കുറച്ചുകൂടെ നല്ല മെഷീനൊക്കെ റെഡിയാക്കി. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ സോണിക് ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട് കടവന്തറയിൽ. അപ്പോൾ അവിടെ ജൂൺ എന്ന് പറഞ്ഞ രജീഷ വിജയൻ അഭിനയിച്ച സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ നടപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ എനിക്കറിയാം, കാരണം ഞാൻ അവിടെ നിന്ന് കീബോർഡ് വാങ്ങിച്ചത് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ളൊരു സെക്കൻഡ് ഹാൻഡ് കീബോർഡായിരുന്നു എൻ്റെ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ അടുത്ത് പോയി. പുള്ളി എന്നോട് പറഞ്ഞു ജസ്റ്റ് നീ വന്ന് കുറച്ച് ദിവസം ഇരുന്നു, അപ്പോൾ ജസ്റ്റ് എന്താ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് എൻ്റെ മെഷീനൊക്കെ ഞാൻ അവിടെ കൊണ്ടുവച്ചു. ഞാൻ അവിടെ ഇരുന്ന് ജൂണിൽ വർക്ക് ചെയ്തു. കുറച്ച് പരിപാടികൾ, ജസ്റ്റ് ബേസിക് പരിപാടികൾ പഠിച്ചു അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞ് സുഷിൻ ശ്യാമിൻ്റെ അടുത്തോട്ട് പോയി. സുഷിൻ ചേട്ടൻ വിളിച്ചു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കണമല്ലോ. അപ്പോൾ ആദ്യം എന്നെ അടുത്തിരുത്തി കുറേ സീക്വൻസുകൾ കാണിച്ചു തരുമായിരുന്നു. ഓക്കെ, ഇന്ന സീക്വൻസ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. സുഷിൻ ചേട്ടൻ ചെയ്യുന്നത് കണ്ടിരിക്കാനായിരുന്നു ആദ്യത്തെ 2 ആഴ്ച. അത് കഴിഞ്ഞ് പിന്നീട് കപ്പേള എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യത്തെ ഒരു സീക്വൻസ് എനിക്ക് തന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട്. അപ്പോൾ ആ സീക്വൻസ് എന്നെ സംബന്ധിച്ചത് എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാണ്. സുഷിൻ ശ്യാമിനെ പോലത്തെ ഒരു കമ്പോസറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ആദ്യമായിട്ട് പുള്ളി എനിക്ക് തരുന്ന ഒരു സീക്വൻസാണ്. അത് ഞാൻ വൃത്തിയായിട്ട് ചെയ്യണം. എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാനത് ചെയ്തു. സുഷിൻ ചേട്ടൻ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്താലേ അത് വർക്കാവുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഞാനത് മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്തു. സുഷിൻ ചേട്ടനത് ഇഷ്ടമായി. സുഷിൻ ചേട്ടൻ എന്നോട് പറഞ്ഞു നല്ല വർക്കാടാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, പിന്നെയും ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഓരോരോ പടങ്ങൾ ചെയ്തു. ഭീഷ്മപർവ്വത്തിലോട്ട് വന്നു. ഇപ്പോൾ ഭീഷ്മയുടെ ട്രാക്ക് ഹിറ്റാവുമെന്നോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇത്ര ട്രെൻഡിങ് ആവുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. എൻ്റെ മാക്സിമം ആഗ്രഹിച്ച് ഒരു പോയിന്റിലോട്ട് എത്തിയ ഒരാളാണ് ഞാൻ. അല്ലാതെ ഓക്കെ പെട്ടെന്ന് വന്ന് മ്യൂസിക് കമ്പോസർ ആയ ഒരാളല്ല. എനിക്ക് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആവണം, ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് എത്തിയൊരു പൊസിഷനാണ്. അപ്പോൾ അങ്ങനെ ഈ ഭീഷ്മയുടെ ടീസർ, അത്രയും വലിയൊരു പടത്തിൻ്റെ ഒരു ടീസർ ചെയ്യാൻ കിട്ടിയപ്പോൾ എൻ്റെ മാക്സിമം ഇട്ട് ചെയ്യുക, അല്ലാതെ അതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ അത് വർക്കായി. അതൊരു മെയിൻ ബ്രേക്ക് ത്രൂ ആയിരുന്നു. കുറേ ടെക്നീഷ്യൻസ് അത് കാണാൻ തുടങ്ങി. ഞാൻ മലയാളത്തിൽ പറയുന്നത് ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെ പല ടെക്നീഷ്യൻസും നോട്ട് ചെയ്തു. പാരലലി ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഫേസ്ബുക്ക് വഴി പല ആൾക്കാരെ മെസ്സേജ് അയക്കുമെന്ന്. അങ്ങനെ മെസ്സേജ് അയച്ച് കണ്ടുപിടിച്ച ഒരാളായിരുന്നു സുധീഷ് ഗോവിന്ദാദ്. ഭീഷ്മയുടെ ടീസറൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ പാരലലി സുഷിൻ ചേട്ടൻ്റെ അടുത്ത് അല്ലാതെ വേറെ കമ്പോസേഴ്സിന് വേണ്ടി പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു പടം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ദിവസം രാത്രി സുധീഷ് ചേട്ടൻ എന്നെ വിളിച്ചു. ഈ സുധീഷ് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒരു പടമുണ്ട്, ഞാൻ പടം ചെയ്യാൻ പോണേണ്. അടിപൊളി ചേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ ട്രെയിലറോ ടീസറോ വല്ല മ്യൂസിക് ചെയ്യാനായിരിക്കുമോ. പുള്ളി എന്നോട് പറഞ്ഞ് നീയാണ് മ്യൂസിക് ചെയ്യണം. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് എന്നാത്താം കേസ് കോഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ കാസർഗോഡ്.
അവർ ഷൂട്ട് നടക്കുക. അപ്പോൾ സുധീഷേട്ടൻ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് ട്രെയിൻ കയറി അവിടെ എത്തി. അവിടെ ചെന്ന് കഥ കേട്ടു. പിന്നീട് എനിക്ക് മനസ്സിലായത് ഒരു ഫോക്ക് സിനിമയാണ്. മദനോത്സവം എന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ ഫസ്റ്റ് പടം, സുരാജ് വഞ്ഞാറും കൂടെ അഭിനയിച്ച സിനിമ. അപ്പോൾ അത് പരിപാടിയെല്ലാം ഓണായി. ആ പരിപാടി പൂജയുടെ അന്നായിട്ട് പോലും എനിക്ക് ഉറപ്പുണ്ടായില്ല അത് ഞാൻ തന്നെ ആയിരിക്കും. ഫസ്റ്റ് പടം ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല സിനിമയുടെ കാര്യം. അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കുമോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്ന ആൾ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എപ്പോഴേലും എന്ത് വേണേലും സംഭവിക്കാം. അങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി അവിടെ പോയി. ഞാൻ അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് ആസ് എ ഫസ്റ്റ് ബിഗിനർ കമ്പോസർ എന്നെ സംബന്ധിച്ച് വളരെ ചെറിയ ബഡ്ജറ്റാണ് നമുക്ക് ഇപ്പോൾ. വളരെ ചെറിയ ബഡ്ജറ്റിലാണ് അതിൽ 6 പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ചത് മാക്സിമം എനിക്ക് ഒരുപാട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ ഹയർ ചെയ്യാനുള്ള ബഡ്ജറ്റില്ല. എനിക്ക് റെക്കോർഡ് ചെയ്യണം, സിംഗേഴ്സിനെ കൊണ്ടുവരണം. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട്, ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കാസർഗോഡ് പോയി അവിടെ ലൊക്കേഷനിൽ ഓവറോൾ ഒരു 50% ഞാൻ അവിടെ ലൊക്കേഷനിലുണ്ടായിരുന്നു. ആ ഏരിയയിലെ ബളാൽ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമാണ് അവിടെ. അപ്പോൾ ആ ബളാൽ ഗ്രാമത്തിൽ ഉള്ള ഫോക്ക് സൗണ്ട്സ് ഞാൻ റെക്കോർഡ് ചെയ്തു. എൻ്റെ ഒരു ഹാൻഡി റെക്കോർഡർ ഉണ്ടായിരുന്നു. ഇത് വെച്ച് ഞാൻ ഫുൾ അവിടെയുള്ള ആൾക്കാരുടെ സൗണ്ട്സും അവിടുത്തെ ഇൻസ്ട്രുമെൻസും അവിടുത്തെ കൾച്ചറും എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാം എൻ്റെ സൈഡ് ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡക്ഷനിൽ അത്യാവശ്യം ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ചെയ്യുമ്പോൾ ഓക്കെ വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഈ ഫോക്കും ഇലക്ട്രോണിക് മ്യൂസിക്കും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് മദനോത്സവം എന്ന പറഞ്ഞ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ പാട്ടുകളും ചെയ്തത്. അത് ഭയങ്കരമായിട്ട് സെറ്റിലും ആ സമയത്ത് തന്നെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഫസ്റ്റ് പടം റിലീസാവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരുപാട് കോളുകൾ വരാൻ തുടങ്ങി അടുത്ത പടത്തിലോട്ടുള്ള. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ജോ ആൻഡ് ജോൻ്റെ ഡയറക്ടറുടെ അടുത്ത പടമായ ജേർണി ഓഫ് ലവ് 18+ എന്ന് പറയുന്ന നസ്ലൻ മാത്യു ഒക്കെ അഭിനയിച്ച സിനിമയാണ് രണ്ടാമത് എൻ്റെ അടുത്തോട്ട് വന്നത്. ഞാനത് ഇതുപോലെ പാട്ടുകൾ ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു, എന്നാൽ കഴിയാവുന്ന വിധം മാക്സിമം ചെയ്തു. അത് കഴിഞ്ഞ് ഉണ്ടായതാണ് പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു. രാഹുൽ സദാശിവൻ എന്നെ വിളിക്കുന്നു, ഭ്രമേകം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അപ്പം എൻ്റെ അടുത്തൊരു 1 ലൈൻ പറഞ്ഞു. ഞാൻ എക്സൈറ്റഡ് ആയി. ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു മമ്മൂക്ക ഹൊറർ സിനിമ എന്നെപ്പോലത്തെ ഒരാളുടെ കയ്യിൽ വരും എന്നുള്ളൊരു കാര്യം. ആ ടൈമിൽ എൻ്റെ അടുത്ത് രാഹുലേട്ടൻ പറഞ്ഞു, ആദ്യത്തെ മീറ്റിങ്ങിലൊന്നും ഞാൻ തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ എന്നൊരു കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. അവർ കേരളത്തിലുള്ള പല കമ്പോസേഴ്സിൻ്റെയും ചെന്നൈയിലുള്ള പല കമ്പോസേഴ്സിൻ്റെയും എല്ലാവരുടെയും ഡെമോസ് അവരെടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ അടുത്തുനിന്നും ഡെമോസ് എടുത്തു. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഡെമോ വർക്കായി. അങ്ങനെ ആ ഡെമോ വെച്ചിട്ട് ആ ഡെമോയാണ് നിങ്ങൾ കേൾക്കുന്നത് ആദ്യത്തിനില്ലാതെ എന്ന് പറഞ്ഞ പാട്ട്, അതിലെ ഏജ് ഓഫ് മാഡ്നസിൻ്റെ ബിഗിനിങ്ങിൽ വരുന്ന സോങ്. അങ്ങനെ ആ ട്രാക്ക് വർക്കായി. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ എന്നെ സംബന്ധിച്ച് കിട്ടിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഒരു മമ്മൂക്ക ചിത്രം, ഹൊറർ പശ്ചാത്തലത്തിൽ വരുന്ന മമ്മൂക്ക ചിത്രം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നേരെ മറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണം അല്ലെങ്കിൽ ആയിരിക്കണം എൻ്റെ ജോലിയെന്ന് തീരുമാനിക്കുന്നത് ഹൊറർ സിനിമകൾ കണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു കൈൻഡ് ഓഫ് സിനിമയാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് അതിൽ മാക്സിമം ചെയ്യണം. ഞാൻ ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ആൾക്കാർ കമ്പോസ് ചെയ്യുന്നതല്ലാതെ എങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം എന്നാലോചിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് എന്തുകൊണ്ട് എനിക്കൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിക്കൂടാ, എന്തെങ്കിലും ഒരു പുതിയ സൗണ്ട് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വെറുതെ ലൊക്കേഷനിൽ പോവും. അവിടെ നോക്കിയപ്പോൾ അവിടെ മറ്റേ വിളക്ക് കത്തിക്കാൻ വേണ്ടി ലൊക്കേഷനിൽ അവർ സെറ്റിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടി ഒരു വലിയ ടിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കുറേ ടിന്നുകളുണ്ട്. അതിലൊരു 4 ടിന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു സിനിമ സെറ്റിൽ തന്നെ. ഞാൻ ആ ടിന്ന് എടുത്തുകൊണ്ട് പോന്നു. ആ ടിന്ന് എടുത്ത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ അതിൻ്റെ മേളിൽ ടോപ്പിലായിട്ട് ടോപ്പ് ഇതുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. മേളിൽ 2 സൈഡിലും ഹോൾ ഇട്ടിട്ട് ഗിറ്റാറിൻ്റെ സ്ട്രിങ് അത് സ്ട്രെച്ച് ചെയ്ത് കണക്ട് ചെയ്തു. വയലിൻ്റെ ബോ വെച്ചിട്ട് അതിൽ ബോ ചെയ്ത് നോക്കി. റിസോണേഷൻ ഉണ്ട്, സൗണ്ട് വരുന്നുണ്ട്. അതൊരു അക്കോസ്റ്റിക് ആണ്, അതിൻ്റെ അകത്തുനിന്ന് സൗണ്ട് വരും.
അങ്ങനെ അത് ട്രൈ ചെയ്തു, അത് കേട്ടപ്പോൾ രസമുണ്ട്. ഞാൻ വെറുതെ റെക്കോർഡ് ചെയ്ത് നോക്കി. അതേ സെയിം സാധനം ഞാൻ നേരെ നോർമൽ പ്ലാസ്റ്റിക് ബക്കറ്റിൽ നേരെ ടോപ്പിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ബക്കറ്റിലെ ടോപ്പിൽ നമുക്ക് പിടി ഉണ്ടാവുമല്ലോ ഹാൻഡിൽ, അതിൻ്റെ ഇത് മാറ്റിയിട്ട് അവിടെ ഈ സ്ട്രിങ് കണക്ട് ചെയ്തു. അപ്പോഴും ഭയങ്കര രസമുള്ള സൗണ്ട്സ് കിട്ടി. പിന്നീട് ഓരോ സീക്വൻസ് ചെയ്യുമ്പോഴും മാക്സിമം ഫ്രഷ് ആയിരിക്കുക, അത് അടിപൊളിയായിരിക്കണം, അറ്റ് ദി എൻഡ് എനിക്ക് പേടി കിട്ടണം, എന്നെ സാറ്റിസ്ഫൈ ആക്കണം, ഇതൊക്കെയായിരുന്നു എൻ്റെ പോയിൻറ്റ്സ്. അങ്ങനെ ഓരോ സീൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻറ്റൻസിറ്റി വർക്കൗട്ടായി തുടങ്ങി. രാഹുലേട്ടൻ ഓരോരോ മ്യൂസിക് അയച്ചു കൊടുക്കും, പുള്ളിക്ക് വർക്കായി. ആദ്യം മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ സീക്വൻസ്, കൊടുമ്പൻ പോറ്റിയെ കാണിക്കുന്ന സീക്വൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇനി ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ ഈ പോറ്റി തീം, ഈ കൊടുമ്പൻ പോറ്റി ഈ പാട്ട വെച്ചുണ്ടാക്കിയ ഈ തീം അവിടെ പ്ലേ ആവുന്നുണ്ട്. അതിന് തൊട്ട് മുൻപായിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കിട്ടാൻ വേണ്ടി ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എനിക്ക് മനസ്സിലായിടത്തോളം, ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് മനസ്സിലായിടത്തോളം, എവിടെ നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നു, എവിടെ നമ്മൾ മ്യൂസിക് തുറക്കുന്നു, ഇതാണ് അതിൻ്റെ ഇമ്പാക്റ്റ്. നമ്മൾ എവിടെ സൈലൻസ് കൊടുക്കുന്നു. ഇനി നിങ്ങൾ ഈ ബ്രഹ്മയുഗത്തിലെ ഇൻട്രൊഡക്ഷൻ സീക്വൻസസ് ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. തേവൻ നേരെ നോക്കാമെന്ന് മമ്മൂക്കയുടെ ക്യാരക്ടർ പറയുന്ന പോയിന്റിൽ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് അവിടെ ഒരു ഒരു ഉടുക്കിൻ്റെ ഒരു ഫില്ല് കൊടുത്തിട്ടാണ് നേരെ തീമിലോട്ട് കയറിയത്. അത് ഭീകരമായിട്ട് എനിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എനിക്കുണ്ടാക്കി അതേ ഇമ്പാക്റ്റ് ഓഡിയൻസിന് കിട്ടുകയും ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിൽ. +2 കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഓക്കെ, ഇനി മ്യൂസിക്, ഇപ്പോൾ ഞാൻ ഏതെങ്കിലും എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോഴ്സിന് പോയാൽ ഓൾറെഡി അത് പോസിബിൾ അല്ല. കാരണം എനിക്ക് അതിന് മാത്രമുള്ള മാർക്കൊന്നുമില്ല. +1 +2 ഒക്കെ ജസ്റ്റ് പാസ്സായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആർ എൽ വി കോളേജിലാണ് ഞാൻ BA മ്യൂസിക് പഠിക്കാൻ പോയത്. കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ അവിടെ പോയ അതേ ടൈമിൽ തന്നെയാണ് ഞാൻ കോളേജിൽ പോവും, അറ്റൻഡൻസ് എടുക്കും, ക്ലാസ്സിൽ നിന്ന് കട്ട് ചെയ്യും, നേരെ സുഷിൻ ശ്യാമിൻ്റെ അടുത്ത് വർക്ക് ചെയ്യാൻ പോകും. ഇതായിരുന്നു എൻ്റെ കോളേജ് ലൈഫ്. അപ്പോൾ പക്ഷേ അവിടെ നിന്ന് കുറച്ച് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു എസൻസ് എന്തൊക്കെയോ അവിടെ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് മ്യൂസിക് അങ്ങനൊരു അറിവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അതായിരുന്നു എൻ്റെ കോളേജ് കാലഘട്ടം. പിന്നീട് ഈ പറഞ്ഞ പോലെ പടത്തിലോട്ട് വന്നു. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ആക്ച്വലി ഭയങ്കര ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു TEDx സ്പീക്കിൽ എന്നെ വിളിച്ചതിന് ഞാൻ ആദ്യമേ തീർത്ഥനോട് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് അറിയില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, പക്ഷേ ഞാൻ ശ്രമിക്കാം. കുറച്ച് കോമഡി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല, സഹിച്ചതിന് നന്ദി. ഓക്കെ. അപ്പോൾ ഇനി പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. അപ്പോൾ ആരാണേലും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, എന്താണ് നിങ്ങളുടെ ഫീൽഡ് എങ്കിലും, നിങ്ങൾ ആഗ്രഹിച്ച് അതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പോസിബിൾ ആവും. നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ട് അത് ചെയ്യുക, അത് സക്സസ്ഫുള്ളായി നടക്കും. താങ്ക് യു സോ മച്ച്.